സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ മുതൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഞെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഹൻസികയുടെ, അതായത് കൃഷ്ണകുമാറിന്റെ മകളുടെ സബ്സ്ക്രിപ്ഷനിൽ കാണിക്കുന്ന സാധനം പുറത്തു വന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര ബഹളം തന്നെയാണ്. ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട്, വിമർശിക്കാതിരിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാന പാർട്ടിയുടെ ഒരു വലിയ നേതാവാണ്. അതുമാത്രവുമല്ല, ആ നേതാവിന് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അയാളൊക്കെ ഒരുപാട് പറയാറുമുണ്ട്. പക്ഷേ ഈ ഒരു പെൺകുട്ടിക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ഇതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ട്. ആ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അച്ഛൻ്റെ പ്രതിച്ഛായ ആയാലും കാത്തു സൂക്ഷിക്കേണ്ടത് മക്കളുടെ കടമ തന്നെയാണ്, അല്ലാന്നൊന്നും പറയുന്നില്ല. അതായത് അച്ഛൻ ഇതുപോലെ ഒരു രാഷ്ട്രീയ രംഗത്ത് നിൽക്കുമ്പോഴേ മക്കൾക്ക് അതിൻ്റേതായ ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതായത് അച്ഛൻ പല ആൾക്കാരോടും പറയുന്ന കാര്യങ്ങളുണ്ട്. അതിലൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം പോയിട്ട് നിൻ്റെ മക്കളെ നന്നാക്കടാ എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ വളരെയധികം അദ്ദേഹത്തിന് നെഗറ്റീവാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഒരച്ഛൻ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിൽക്കുമ്പോഴേ ഒരിക്കലും മക്കൾ ഇതുപോലെ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കൃഷ്ണകുമാറിൻ്റെ വീട്ടിലെ സ്ഥിതി അനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് സബ്സ്ക്രിപ്ഷനിലൂടെ ഇങ്ങനെ ആളെ കൂട്ടിയിട്ട് പൈസ ഉണ്ടാക്കേണ്ട ഒരിതുണ്ടോ? അത്രയും ദാരിദ്ര്യത്തിലാണോ? അതായത് ഈ ഹൻസിക എന്ന് പറയുന്ന ഈ കുട്ടിയാണെങ്കിൽ ഒരു സിനിമയിൽ ഇപ്പോഴും നായികയായിട്ട് വരുന്നുണ്ട്. അതായത് അൻവർ റഷീദ് അല്ല, മറ്റേ നമ്മളെ ഒരു ഫേമസ് സംവിധായകനുണ്ടല്ലോ, ആ ഒരു സംവിധായകൻ്റെ സിനിമയിൽ രണ്ടാമത്തെ ഭാഗമാണ് ആ സിനിമയിലെ നായികയായിട്ടാണ് വരുന്നത്. അപ്പം ഹൻസിക എന്ന് പറയുന്ന ആ യുവതിക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? അവരുടെ വീട്ടിൽ അത്രയും പൈസ ഇല്ലാതെയാണോ ഇരിക്കുന്നത്? ഈ 399 രൂപ കൊണ്ടാണോ ഇവർ ജീവിക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഇതൊക്കെ അവരുടെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഇഷ്ടമാണ്, അവരെങ്ങനെ നിൽക്കണം, അവരേത് തരം തുണിയിടണം എന്നല്ലോ അവരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തിനു വേണ്ടിയിട്ടാണ് ഈ പൈസ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കാണിക്കാതെ ഒന്നും ആൾക്കാർ വരത്തില്ല. ഇപ്പം ഞാനൊരു സബ്ബ് തുടങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും വരുവോടെ? ഒരാൾ പോലും വരത്തില്ല. എന്തുകൊണ്ടാ? എൻ്റെ ഒന്നും കാണാനില്ല, അതുകൊണ്ടായിരിക്കാം. നേരെ മറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഇത് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ അടിച്ച ആൾക്കാർ കയറുകയാണ്. എല്ലാവരും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. അതുമാത്രവുമല്ല, അതൊക്കെ ആര് കാണാനാണ്? ഒന്നുമല്ല. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഞരമ്പന്മാർ ഇതിൻ്റെ അകത്ത് കയറും. ഈ ഞരമ്പന്മാർ കയറിക്കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടും. അത് തന്നെയാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഞാൻ പറഞ്ഞില്ല എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. കൃഷ്ണകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അധികമായാൽ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം തന്നെയാണ്. അദ്ദേഹത്തിന് ഇനി ഒന്നും പറയാനുള്ള റൈറ്റ്സ് വീട്ടിലില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു മക്കൾ എന്നുള്ള രീതിയിൽ അച്ഛനെ പറയിക്കാതിരിക്കണം എന്നുള്ളതും ഒരു മക്കളുടെ കടമ തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തും കാണിക്കും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ സൊസൈറ്റിയിൽ വലിയ ആളാണ്, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിൽക്കത്തുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ട് നിന്ന് കഴിഞ്ഞാൽ കൃഷ്ണകുമാർ തല താഴ്ത്തി നടക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ചില ആൾക്കാർ പറയുന്നത് ഇത് ചതിയാണോ, AI ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ ഉത്തരം പറയേണ്ടത് അവരാണ്, അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മളല്ല. ഇത് AI ആണെങ്കിൽ അവർ തന്നെ രംഗത്ത് വന്ന് പറയണത് ഇത് AI ആണ്, ഞാനല്ല ഇത് എന്ന് അവർ കൃത്യമായിട്ട് പറയണം. അവർ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പം ഇതാരോ ഏതോ ഒരു വിദ്വാൻ എടുത്തിട്ട് ഇത് ലീക്ക് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ നമ്മൾ ലീക്ക് ചെയ്ത വീഡിയോസും കാണാറുണ്ട്. അതായത് ചില ആൾക്കാരൊക്കെ നമുക്ക് അയച്ചു തരുവാണ്, ഇങ്ങനെ ലീക്ക് ചെയ്തതാണോ എന്നറിയില്ല. അപ്പം അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ശരിക്കും സമൂഹത്തിൽ വന്നിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന, ഇവരുടെ ഈ അൻസുവിൻ്റെ കാര്യമല്ല പറയുന്നത്, മറ്റു ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ വലിയ നിലയിലും വലിയ നല്ല രീതിയിൽ സംസാരിക്കുന്നവരാണ്, അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യാൻ വെമ്പുന്നവരാണ്. അവരൊക്കെ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ സബ്സ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് വളരെ മോശമായ കാര്യം തന്നെയാണ്. കാരണം അവിടെ ഈ വളവള അടിക്കുന്നത് കാണാനോ ഒന്നിനുമല്ല ആൾക്കാർ വരുന്നത്. ഇപ്പം നമ്മൾ യൂട്യൂബിൽ കുറേ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയ്ഡ്, അതായത് ചെറിയ പൈസയൊക്കെ വാങ്ങിച്ചിട്ട് അവർക്ക് പേഴ്സണലായിട്ട് ഈ ചാറ്റ് ചെയ്യുന്ന പരിപാടിയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പറയുക കാണിച്ചു കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്തിട്ടാണ്. അതൊക്കെ പൈസ കൊടുത്തിട്ട് എന്താ കുറച്ച് ഒരു നിമിഷം നേരം കൊണ്ട് എന്ന് പറഞ്ഞാൽ അവനൊന്ന് ഭുളിതനാക്കി കഴിഞ്ഞാൽ കുറച്ച് പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് വരും. അതിനു വേണ്ടിയിട്ടാണ് ഈ നാണം കെട്ട പരിപാടി ചെയ്യുന്നത്. ഇപ്പോൾ ഹൻസുവിന് വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ചെയ്യാതിരിക്കാം. അതായത് ഈ പൈസ തനിക്ക് വേണ്ടാന്ന് വെക്കാം. പക്ഷേ ഇന്നലെ എല്ലാം കള്ളി വിളിച്ചതായി ഇത് നേരാണെങ്കിൽ വളരെ മോശമായ കാര്യം തന്നെയാണ്.
ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. ഇനി AI ആണെങ്കിൽ അവരാണ് തുറന്ന് പറയേണ്ടത്. അവർക്ക് വേണമെങ്കിൽ AI ആണെങ്കിലും എന്ന് പറഞ്ഞാൽ ഇത് പുറത്തുവിട്ടവരെ പറ്റി അവർക്ക് എതിരെ അവർക്ക് പോകാമായിരുന്നു. പക്ഷെ അവരൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത് ചതിച്ചത് സിനിമാക്കാരാണോ? അതായത് പുതിയ സിനിമ വരുന്നുണ്ട്, ഇനി ഹൻസുവിൻ്റെ ഇങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഒരു വിവാദമാക്കി വിട്ട് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മൈലേജ് കിട്ടുന്നത് ഇതുപോലെയുള്ള നാറ്റ കേസുകളിലാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സിനിമ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇവർ തന്നെ എടുത്തു വെച്ച പണിയാണോ, അല്ലെങ്കിൽ ഹൻസും ഇവരെല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഇങ്ങനെയൊരു പരിപാടി വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി മൈലേജ് കിട്ടും, ഇല്ല സിനിമ വരുമ്പോൾ അതിൻ്റെ ഗുണം സിനിമക്ക് കിട്ടും എന്നുള്ള തരത്തിലാണോ? ഇതൊന്നും അറിയില്ല. കാരണം ആ കുട്ടിക്ക് ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഈ പൈസേനെ കൊണ്ട് ജീവിക്കണമെന്ന്. എന്നാലും ഇന്നലെ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ ബഹളമാണ്. അതായത് ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നല്ലൊരു തുക ഉണ്ടാക്കിയിട്ടുണ്ട്. 399 റുപ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സബ് ചെയ്യുമ്പോഴാണ്. അങ്ങനെ ആയിരക്കണക്കിന് 10,000 സബ് ഉണ്ടാവും. അന്നേരം എത്ര പൈസയായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ പുറകിൽ എനിക്ക് തോന്നുന്നത് വൻ റാക്കറ്റ് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ റാക്കറ്റിൻ്റെ പിടിയിൽ തന്നെയാണ്. അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അല്ലാതെ ഇതൊരു ചിരിച്ച് തള്ളാനോ അല്ലെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ മകളായതുകൊണ്ട് മാത്രമാണോ ഇവിടെ ഈ ചൊറിച്ചൽ? അതൊന്നുമല്ല. ഇത് വലിയൊരു സമൂഹ വിപത്തിലേക്കാണ് പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള അരാജകത്വങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ യുവാക്കളെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിപത്തിലേക്കാണ് കൊണ്ടുപോകുക. അത് നിങ്ങൾ എപ്പോൾ മനസ്സിലാക്കണം. ഇതൊന്നും നല്ലൊരു കാര്യമോ അല്ലെങ്കിൽ നല്ലൊരു ഇതൊന്നുമല്ല. ഇത് വളരെ മോശപ്പെട്ട കാര്യമാണ്. ഇതാരാ പറഞ്ഞത്? ഇത് കുറേ ആൾക്കാർ ന്യായീകരിക്കുന്നുണ്ട്. ഇത് ഭയങ്കര സംഭവമാണ്. അതായത് നാളെ മുതൽ എന്താ ഉണ്ടാവുക? ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ മകൾക്കാകാമെങ്കിൽ നമുക്കും ആകാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? നമ്മുടെ നാടിൻ്റെ സ്ഥിതി എന്തായിരിക്കും? നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു മത്സരം പോലെയാണ് കാണുന്നത്. അതായത് ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ യാതൊരു നാണവും മാനവും ഇല്ലാതെ ഇതുപോലെ ചെയ്തുകൊണ്ട് കാണിക്കുക. ഇതിലൂടെ ഇവർ എന്ത് നേട്ടമാണ് കൊടുക്കുന്നത്? ഇവർക്ക് കുറേ പൈസ ഉണ്ടാക്കിയിട്ട് ഇവർ കുറേ എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതാണോ നേട്ടം എന്ന് പറഞ്ഞാൽ? അല്ല ഇങ്ങനെയാണോ ഒരു മനുഷ്യൻ ഇങ്ങനെയാണോ സമൂഹത്തിൽ പെരുമാറേണ്ടത്? അല്ല ഇങ്ങനെ ഞാൻ എന്തും ചെയ്യും, ഇത് മരിച്ചു പോകുന്ന ശരീരമാണ്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ്, നാളെ പുഴുവിന് കൊടുക്കേണ്ടത്. ഇതിനിടയ്ക്ക് ഒരു സ്ത്രീ പറയാ നാളെ പുഴുവിന് കൊടുക്കേണ്ട ശരീരമാണെന്ന് എന്ന് വിചാരിച്ചിട്ട് ഇവരൊക്കെ ചെയ്യേണ്ടത് ഇതാണോ? അല്ല ഇത് ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലേ? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് പിന്നെ ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്, കോഴിക്കോട് വെച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദാചാരവാദികളൊക്കെ ഇറങ്ങാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഉമ്മ വെക്കുന്നതിന് പ്രശ്നം, ചോലെടുത്ത് ഇറങ്ങുന്ന കുറേ ആൾക്കാർ. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ നോക്കിയിരിക്കുന്നത്? തൻ്റെ നേതാവിനോട് ചോദിച്ചൂടെ? എന്താണോ നേതാവേ തൻ്റെ മകള് തന്നെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചൂടെ? അപ്പോൾ ഇത് വളരെ മോശമായ കാര്യം തന്നെയാണ്. അല്ലാതെ ഇത് ന്യായീകരിച്ച് അല്ലെങ്കിൽ ഇത് ആണ് ഇനി പിന്നെ സംശയമാണ് ആരാന്ന് വെളിയിലിട്ടത് ഇതൊന്നും നമ്മൾ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് സിനിമാക്കാർ കൊടുത്തൊരു പണിയാണ്, അല്ലെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ മകള് തന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പൈസേൻ്റെ മുകളിലൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കൃഷ്ണകുമാർ പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ ഭാരത സ്ത്രീകളായാലും അല്ലെങ്കിൽ കേരള സ്ത്രീകളായാലും അവർക്കെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിമാനമുണ്ട്. അവർ മുണ്ട് മുറുക്കി കൊടുത്തു കഴിഞ്ഞാലും അവർ എന്താ ചെയ്യുക, അവരുടെ ശരീരം വിൽക്കാനോ മറ്റേനൊന്നും ഒരാളും പോകത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ പിന്നെ എന്താ പറയേണ്ടത്, ഇതുപോലെ ഈ സബ്സ്ക്രിപ്ഷൻ വാങ്ങിക്കുക അതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കുന്നതിനോടൊന്നും എനിക്ക് ഒരിക്കലും ഒരു യോജിപ്പുമില്ല. ചില ആൾക്കാർ പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഇത് വേണം, അന്നത്തെ കാലത്ത് ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് മാങ്ങാത്തൊലി അവർ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വളരെ മോശമായ കാര്യം തന്നെയാണ്. എന്താണ് ഇവർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? ആരെയാണ് നന്നാക്കാൻ ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും മോശമാക്കാനോ നന്നാക്കാനോ ആണോ? ഇത് സമൂഹത്തിന് മൊത്തം മോശമായ കാര്യം തന്നെയാണ്. എന്നിട്ട് പറയുകയാണ് സബ്സ്ക്രിപ്ഷൻ ഇന്നലെ കൊണ്ട് ഭയങ്കരമായി കൂടി, ഒരു മൈലേജ് കിട്ടി. നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറന്നു കൊണ്ടാട്ടാ. എഴുതിക്കോ. ബൈ ബൈ.